മൂക്കും ചെവിയും തമ്മിൽ യൂസ്റ്റേക്കിൻ ട്യൂബ് വഴി കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മൂക്കിലുണ്ടാകുന്ന ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഒക്കെ വളരെ പെട്ടെന്ന് ചെവിയെ ബാധിക്കാറുണ്ട്. അപ്പോൾ ജലദോഷമൊക്കെ കുറേ ദിവസം നീണ്ടു നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സൈനസ് ഇൻഫെക്ഷനൊക്കെ കുറേ ദിവസം നീണ്ടു നിൽക്കുമ്പോൾ നമ്മളതിനെ പരിഹരിച്ചില്ലെങ്കിൽ ചെവി വേദന, ചെവിയിലൊരു മൂളൻ അനുഭവപ്പെടുക, ചെവി അടഞ്ഞ പോലെ, ചെവിയിലൊരു ഭാരം പോലെ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തോന്നാറുണ്ട്. സൈനസൈറ്റിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം തലവേദനയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ സൈഡിലായിട്ട് നെറ്റിയിലൊക്കെയാണ് തലവേദന കൂടുതൽ അനുഭവപ്പെടുന്നത്. തലവേദന അധികവും ഫീൽ ചെയ്യുന്നത് ഏർലി മോർണിംഗിലാണ്. കുറച്ചൊന്ന് വെയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊന്ന് എണീറ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ തലവേദന കുറഞ്ഞു വരാറുണ്ട്. അതുകൂടാതെ മൂക്കടപ്പ്, മൂക്കിൽ കൂടി തിക്കായിട്ട് കഫം വരിക, ചിലപ്പോൾ ഒരു യെല്ലോ കളറിലൊക്കെ അല്ലെങ്കിൽ ഗ്രീനിഷ് കളറിലൊക്കെ തിക്കായിട്ട് മ്യൂക്കസ് ഡിസ്ചാർജ് ഉണ്ടാവുന്നത്, നമ്മുടെ ബ്രത്തിനൊക്കെ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുക, ഇതൊക്കെ സൈനസ് അധികം പഴകിയതിൻ്റെ, സൈനസൈറ്റിസ് കുറച്ച് കടുപ്പമായി ക്രോണിക് ആയതിൻ്റെ ലക്ഷണങ്ങളാണ്. വല്ലപ്പോഴും ഉണ്ടാകുന്ന ഈ ഒരു സൈനസൈറ്റിസ് ഉപദ്രവകാരിയല്ല. അത് വളരെ പെട്ടെന്ന് തനിയെ തന്നെ ഹീലാവാറുണ്ട്. എന്നാൽ വളരെ ക്രോണിക് ആയിട്ടുള്ള പെയിനും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടപ്പോൾ അന്ന് നമ്മൾ ചികിത്സ എടുക്കേണ്ടതാണ്.